2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തിയ അതികിരാതമായ അതിക്രൂരമായിട്ടുള്ള ആ ഒരു ഭീകര ആക്രമണത്തിന് ശേഷം മധ്യ പൂർവേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് ഇന്ന് സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ 14 മാസത്തോളമായി തുടരുന്ന ഇസ്രായേലും ഹിസ്ബുള്ളകളും തമ്മിലുള്ള ഒരു പോരാട്ടം, ആ ഒരു യുദ്ധത്തിന് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുവാൻ ഇരു കൂട്ടർക്കും സാധിച്ചിരിക്കുന്നു. അത് ഈ വെടിനിർത്തൽ കരാർ ഈ മധ്യപൂർവേഷ്യയിലെ ഒരു സമാധാന അന്തരീക്ഷം സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇസ്രായേലും ഹിസ്ബുള്ളകളും തമ്മിൽ നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു വെടിനിർത്തൽ കരാർ, അതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ, അത് മിഡിൽ ഈസ്റ്റിലും ലോക സമാധാനത്തിലും ചെലുത്തുന്ന ഇമ്പാക്ട്, ഈ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോസ്. നമ്മൾ ഈ ഒക്ടോബർ 7-ന് ശേഷം അവിടുത്തെ മിഡിൽ ഈസ്റ്റിലെ ഒരു സംഘർഷാവസ്ഥ, നമ്മുടെ നിലപാട് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നമ്മൾ ചെയ്ത പല വീഡിയോസിലായിക്കോട്ടെ, അവിടെ നടക്കുന്ന ആ ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ അവിടെ ഇസ്രായേൽ നേരിടുന്ന ഒരു പ്രതിസന്ധി, അതിനെപ്പറ്റി വലിയ രീതിയിലുള്ള വാർത്തകളും കൃത്യമായിട്ടുള്ള അവലോകനങ്ങളും നാം നടത്തി. എന്നാൽ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വളരെ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പ്രത്യേകിച്ച് ഇസ്രായേൽ ലെബനോൻ ആ ഒരു മേഖല കടന്നു വരുന്നു. ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലും ഹിസ്ബുള്ളകളും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആദ്യമായിട്ടൊരു 2-3 പോയിന്റ്സ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഈ ഒരു കരാറുണ്ടായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ളകളെ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഭീകരരെ തകർത്ത് തരിപ്പണമാക്കിയതിനു ശേഷമാണ് ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡർ, ആ നോർത്തേൺ ബോർഡറിനെ ഏറ്റവും കൂടുതൽ ഭീഷണി സൃഷ്ടിച്ചിരുന്നത് ഈ ലെബനോനിലെ സദേൺ ലെബനോനിലെ ഹിസ്ബുള്ളകളുടെ ഒരു സാന്നിധ്യമാണ്. ആ ഹിസ്ബുള്ളകളുടെ ഒരു സാന്നിധ്യം, അത് ആയുധ ശേഷിയുടെ ആംഗിളിലൂടെ നോക്കിയാൽ പോലും, ഒരു ആൾ ശേഷിയുടെ ആംഗിളിലൂടെ നോക്കിയാൽ പോലും ഹിസ്ബുള്ളകളെ ഇല്ലാതാക്കിയതിനു ശേഷമാണ് ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒക്ടോബർ 7-ന് ശേഷം നടന്ന ഒരു സംഘർഷാവസ്ഥകൾ പല സെക്യുലർ മീഡിയാസും അല്ലെങ്കിൽ സാംസ്കാരിക നായകരും ഒക്കെ അതിനെപ്പറ്റി അവലോകനം ചെയ്യുമ്പോൾ അവർ അവകാശപ്പെടുന്നത് ഇസ്രായേൽ ഒരു അധിനിവേശ ശക്തിയാണ്, അല്ലെങ്കിൽ രാജ്യങ്ങളെ പിടിച്ചെടുക്കുവാൻ അധിനിവേശ ശക്തിയായിട്ട് അവർ പ്രവർത്തിക്കുന്ന ഒരു ഭീകര രാജ്യം എന്നൊക്കെയുള്ള രീതിയിൽ ഇസ്രായേലിനെ മുദ്രകുത്തുന്ന വാർത്തകളും പ്രസ്താവനകളും നാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഇസ്രായേൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ നടത്തിയ ഒരു ഗ്രൗണ്ട് അറ്റാക്ക്, ആ ഒരു സമയത്ത് പലരും ആരോപിച്ചു ലെബനോനെയും പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പോവുകയാണ്. പക്ഷെ അവിടെ കൃത്യം വ്യക്തമാണ്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തിന്റെ ഒരു സെക്യൂരിറ്റി, സ്വന്തം പൗരന്മാരുടെ ഒരു സെക്യൂരിറ്റി, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. സദേൺ ലെബനോനെ ഹിസ്ബുള്ള വിമുക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇസ്രായേൽ അവിടെ സദേൺ ലെബനോനിൽ നടത്തിയ ഓപ്പറേഷനിലൂടെ അവർ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അണ്ടർഗ്രൗണ്ട് ടണൽസ്, മറ്റൊരു ഒക്ടോബർ 7 മോഡൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ളകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരുക്കങ്ങൾ, അതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രായേലിന് സാധിച്ചു. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു വെടിനിർത്തൽ കരാർ, അത് തീർച്ചയായിട്ടും ലെബനോൺ, ഇസ്രായേൽ ആ ബോർഡറിലുള്ള സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഹ്ലാദം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഈ വെടിനിർത്തൽ കരാർ ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ നൽകുന്നുണ്ട്. ഒന്ന്, ഇറാൻ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ പറയുന്നത് പോലെ ഇസ്രായേലിനെ കുറെ കൂടി ഇറാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു യുദ്ധം, അല്ലെങ്കിൽ ഒരു ഇറാനെ കുറെ കൂടി ഫോക്കസ് ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കും. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഈ ഗാസയിലുള്ള ഹമാസ് അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഹമാസിനെയും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ റോസ്, ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അഡ്രസ് ഉണ്ട്, ഒരു പ്രസംഗമുണ്ട്, രാജ്യത്തെ അഭിസംബോധന ചെയ്ത്. കൃത്യമായിട്ടൊരു 3 പോയിന്റ്സ് അദ്ദേഹം അതിൽ ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ടല്ലേ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കരാറിൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ ആരാണ് വിജയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ. ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ കരാറ്, ഹിസ്ബുള്ള ഇസ്രായേൽ സീസ് ഫയർ, അതിന്റെ ഒരു വിശദാംശങ്ങൾ എന്ന് പറയുമ്പം, അത് ഇരു കൂട്ടരും 2 മാസത്തെ അല്ലെങ്കിൽ 60 ദിവസത്തേക്ക് ടോട്ടലി അറ്റാക്കിൽ നിന്ന് പിന്മാറി നിൽക്കുക എന്ന് പറയുമ്പോഴും അതിൽ കുറച്ച് വ്യവസ്ഥകൾ ഉണ്ട്. അത് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാലം പലപ്പോഴായിട്ട് ഇസ്രായേൽ കബളിപ്പിക്കപ്പെട്ട പല ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനെ കരാറിൽ ഏർപ്പെടും, പക്ഷെ പിന്നീട് ഇവര് ഈ സമയം കൊണ്ട് ഈ തീവ്രവാദി ഗ്രൂപ്പുകൾ അവരുടെ ആയുധശേഷി, അതുപോലെ ട്രെയിനിങ് ഒക്കെ കൂടുതൽ ശക്തമാക്കിയിട്ട് വീണ്ടും ഇവരെ വന്ന് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥിതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു ഡിമാൻഡ് ഉണ്ട്. അതായത് ഇവര് വന്ന് അറ്റാക്ക് ചെയ്താൽ മാത്രമല്ല ഇസ്രായേലിനെ തിരിച്ചടിക്കുക,
ഇവര് ഈ ആയുധങ്ങള് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടിയ ഇന്റലിജൻസ് ഇൻഫർമേഷൻ കിട്ടിയാൽ അപ്പോൾ ഇവര് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഇസ്രായേൽ ഹിസ്ബുള്ള സമാധാന കരാറ് പ്രാബല്യത്തിൽ വരുമ്പോൾ നെതന്യാഹു വിശദീകരണമായിട്ട് നൽകുന്ന 3 കാര്യങ്ങളുണ്ട്. ഇപ്പോ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കരാറിന് തീരുമാനിക്കാനുള്ള കാരണങ്ങളായിട്ട് 3 കാരണങ്ങളാണ് പറയണേ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഭീഷണി, ഏറ്റവും ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ നിലനിൽക്കുന്ന ഭീഷണി എന്ന് പറയുന്നത് ഇറാനാണ്. ഈ ടെറർ ഗ്രൂപ്പുകളുടെയൊക്കെ നേതൃസ്ഥാനത്തുള്ള ഇറാൻ. ഈ ഇറാനെ കൈകാര്യം ചെയ്യുക, ഇറാന്റെ ഭീഷണി എങ്ങനെ ഒതുക്കുക, ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് ഒന്നാമതായിട്ട് നെതന്യാഹു പറയുന്ന ഒരു കാര്യം. അത് എങ്ങനെയെന്ന് ഇപ്പൊ പറയുന്നില്ല എന്ന് നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മേഖലയില് എല്ലാ കണ്ണുകളും ഇറാനിലേക്കെന്നുള്ള ഒരു, അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ ഇനി ഉറ്റുനോക്കുന്ന നാളുകളാണ് ഇനി വരുന്നത്. ഇനി രണ്ടാമതായിട്ടൊരു പോയിന്റ് എന്ന് ഇസ്രായേൽ പറയുന്നത്, ഇസ്രായേലിന്റെ എഫിഷ്യൻസി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു സമയം. കാരണം ഒരു വർഷത്തിലേറെയായിട്ട് യുദ്ധം തുടരുന്നു. ഇസ്രായേൽ സപ്തമുഖ യുദ്ധമാണ് നടത്തുന്നത്. അപ്പൊ എല്ലാവരുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ചെറുത്തുനിൽപ്പിലൂടെ ഇസ്രായേലിന്റെ സോഴ്സസ് ഒക്കെ ശരിക്കും കുറഞ്ഞു തുടങ്ങി. അപ്പൊ അതൊന്ന് എഫിഷ്യന്റ് ആക്കാൻ അതിനുള്ള ഒരു സമയമായിട്ട് ഇതിനെ എടുക്കുന്നു. പിന്നെ മൂന്നാമത് ഒരു കാര്യം എന്ന് പറയുന്നത്, ജോർജി പറഞ്ഞതുപോലെ തന്നെ ഹമാസിന്റെ ഒരു കാര്യമാണ്. ഹമാസിനെ ഐസൊലേറ്റ് ചെയ്ത്, നമുക്കറിയാം ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്. ഒക്ടോബർ 8 ഹിസ്ബുള്ള ഹമാസിന് സപ്പോർട്ടുമായിട്ട് വന്നു. അന്ന് മുതൽ ഹിസ്ബുള്ളയുടെ ഇറാന്റെ ഒക്കെ പൂർണ്ണ സപ്പോർട്ട്, അവരുടെ ഒരു ബലത്തിൽ, അവരുടെ ആയുധങ്ങളായാലും അവരുടെ ട്രെയിനിങ് ആയാലും ഫണ്ടിങ് ആയാലും ഒക്കെ ആ ഒരു സപ്പോർട്ടിലാണ് ഹമാസ് ഇത്രയും നാളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ടോട്ടലി ഹമാസ് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇസ്രായേലിന്റെ 101 ഹോസ്റ്റേജുകള് ഹമാസിന്റെ പിടിയിലുണ്ട്. അപ്പൊ ആ ഇസ്രായേലിന്റെ ഹോസ്റ്റേജുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സമയം, അതിനു വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, ഹമാസിനെ ഒറ്റപ്പെടുത്തി ഹമാസ് ഇതുപോലെ തന്നെ ഒരു സീസ് ഫയറിന് എഗ്രി ചെയ്യുന്ന ഒരു, അതിനല്ലാതെ മറ്റൊരു വഴിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഹമാസിനെ എത്തിക്കുക. ഈ ഒരു 3 കാര്യങ്ങളാണ് നെതന്യാഹു വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് ലെബനോനിലെ ഒരു ജനാധിപത്യ സർക്കാരിന്റെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജനാധിപത്യ സർക്കാരിന്റെ ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ചില എലമെന്റ്സ് നൽകുന്നുണ്ട്. അതായത് ഈ ലെബനോൻ അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭരണകൂടത്തിന് പലപ്പോഴും ഈ സദേൺ ലെബനോന്റെ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ സദേൺ ലെബനോൻ ബോർഡറിന്റെ നിയന്ത്രണമൊന്നും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കരാർ പ്രകാരം ഈ പറയുന്ന ഗവൺമെന്റ് ഫോഴ്സസ് ഈ സദേൺ ലെബനോൻ ബോർഡറിന്റെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ ഒരു പഴയ ലെബനോനിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിന്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും, ഈ ഹിസ്ബുള്ളകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരർ ഈ കരാറിലെ നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ. അപ്പോൾ അരുൺ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കരാറിന് ശേഷം ഈ ഹിസ്ബുള്ളകൾ വലിയ രീതിയിൽ ഒരു ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു, ഞങ്ങളുടെ വിജയമാണ്, അതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു 14 മാസത്തെ ഹിസ്ബുള്ളകളും ഇസ്രായേലും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ആർക്കാണ് ഇവിടെ ആത്യന്തികമായിട്ട് ഒരു വിജയം നേടാനായത്? ജോർജ്, ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നു ഹിസ്ബുള്ളകൾ പറയുന്നതാണ് കറക്റ്റ് ആയിരിക്കാൻ സാധ്യത. കാരണം ഈ കരാറിലൂടെ അവർ ആഗ്രഹിക്കുന്നത് അവർ നേടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഹിസ്ബുള്ളകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ശക്തിയും നശിച്ചു കഴിഞ്ഞു. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് വീണ്ടെടുക്കാനുള്ള ഒരു സമയമാണ് അവരെ സംബന്ധിച്ച് വേണ്ടത്. അതല്ലെങ്കിൽ കുറച്ചു നാളും കൂടിയും ഈ യുദ്ധം തുടരുകയാണെങ്കിൽ ഹിസ്ബുള്ള തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ലൈഫ് ലൈൻ കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ളകൾക്കാണ് വൻ തോതിലുള്ള നഷ്ടം വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ കണക്കുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ യുദ്ധം തുടങ്ങിയത് ഒക്ടോബർ 7, അതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഹിസ്ബുള്ളകൾ ആക്രമണം തുടങ്ങി. അങ്ങനെ ഹിസ്ബുള്ളകളുടെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യജീവനുകൾ ഏകദേശം 130 ഇസ്രായേലിന്റെ പട്ടാളക്കാരടക്കം. ഏകദേശം 50-ലേറെ സാധാരണക്കാർ അവരുടെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 70-നും 80-നും ഇടയിൽ പട്ടാളക്കാരെയും ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്ന നഷ്ടം. അതോടൊപ്പം തന്നെ ഒരു ഏകദേശം 60,000-ഓളം പേർക്ക് ആ പ്രദേശത്ത് നിന്ന് വടക്കൻ ഇസ്രായേലിന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇനി തിരിച്ച് ഹിസ്ബുള്ളകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഹിസ്ബുള്ളകൾ അവർ ശക്തി കേന്ദ്രമായിരുന്ന അവരുടെ ഏരിയകളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 9 ലക്ഷത്തോളം ലബനീസ് പൗരന്മാർക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 5.5 ലക്ഷത്തോളം പേര് സിറിയയിലേക്കാണ് പലായനം ചെയ്തിരിക്കുന്നത്. അത് ഭൂരിഭാഗവും ഷിയകളാണ് പലായനം ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മരിച്ചവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3750 മരണം കാഷ്വാലിറ്റി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിനുള്ള വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, ഹമാസിന്റെ കേസിൽ ഏകദേശം പാലസ്തീനിൽ 44,000 പേര് കൊല്ലപ്പെട്ടപ്പോൾ അതിൽ വെറും 17,000 പേരാണ് ഹമാസ് പോരാളികളെങ്കിൽ
ഈ ഹിസ്ബുള്ളകളുടെ കേസിൽ ഈ 3700-ൽ 2500-ഓളം പേരും അവരുടെ ഹിസ്ബുള്ളകളുടെ പോരാളികളാണ്. അതായത് സാധാരണക്കാരേക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പിന്നീട് അവരുടെ നേതൃത്വത്തെ നോക്കുകയാണെങ്കിൽ അവരുടെ നേതൃത്വം തന്നെ ഇല്ലാതായി. നസ്രുള്ള പോയി. നസ്രുള്ളയുടെ കൂടെ അവരുടെ എല്ലാ മുതിർന്ന കമാൻഡർമാരും അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ എല്ലാ കമാൻഡർമാരും പോയി കഴിഞ്ഞു. ഹമാസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇനിയും കുറച്ച് പേര് കൂടി ശേഷിക്കുന്നുണ്ട്. പക്ഷെ പലരും ഇപ്പോൾ ഈ വിഷയത്തിൽ നെതന്യാഹുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്കാണ്. അവിടെയുള്ള ഇസ്രായേൽക്കാർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. നെതന്യാഹു പറഞ്ഞ വാക്ക് തെറ്റിച്ചോ പാലിച്ചോ, ഹിസ്ബുള്ളകൾ പറഞ്ഞ വാക്ക് തെറ്റിച്ചോ പാലിച്ചോ, ഇതിൽ ആദ്യം നെതന്യാഹുവിനെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നെതന്യാഹു പറഞ്ഞത്, ഹമാസിനെ കുറിച്ച് പറഞ്ഞത്, ഞങ്ങൾ ഹമാസിനെ തീർക്കും, ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കും. ഇതില് ഹമാസിനെ തീർക്കുന്ന കാര്യത്തിൽ ഏകദേശം ഒരു 90% നെതന്യാഹു വിജയം വരിച്ചു കഴിഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു 40-30% നെതന്യാഹുവിന് എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ആ ഒരു ഡീലിലേക്ക് എത്താനോ അതല്ലെങ്കിൽ ബന്ദികളെ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല. ലെബനോന്റെ കാര്യത്തിൽ ഹിസ്ബുള്ളകളെ തീർക്കുന്ന നെതന്യാഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ വടക്കൻ ബോർഡർ ഞങ്ങൾ സേഫ് ആക്കും, അതിന് എന്ത് ചെയ്യണോ അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. ഇനി ഹിസ്ബുള്ളകൾ എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത്, ഗാസയിലെ പോരാട്ടം തീരുന്നതുവരെ ഞങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ വാക്കിൽ നിന്ന് അവർ ഇപ്പോൾ ഈ വെടിനിർത്തലോടുകൂടി പിന്മാറുകയാണ്. ഈ വെടിനിർത്തൽ ഇനി സ്ഥിരമായ ഒരു വെടിനിർത്തലിലേക്കും അതോടൊപ്പം തന്നെ ലബനോനും ഇസ്രായേലും തമ്മിലുള്ള ആ യുദ്ധം, അതായത് ഇസ്രായേലും ഹിസ്ബുള്ളകളുമായിട്ടുള്ള ആ യുദ്ധത്തിന്റെ സ്ഥിരമായിട്ട് ആ യുദ്ധം അവസാനിക്കുന്നതിനും കാരണമായി തീരുകയാണ്. ഇപ്പോൾ ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിജയിച്ചത് ഇസ്രായേലാണ്. ഇസ്രായേൽ പറഞ്ഞ വാക്കുകൾ പാലിച്ചു. ഹിസ്ബുള്ള ഹമാസിനോട് കൊടുത്ത വാക്ക് അത് അവര് പാലിച്ചില്ല. ഹമാസിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഹിസ്ബുള്ളകൾ അവരെ ഒരു സേഫ് സോണിലേക്ക് വരികയാണ്. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അതായത് ഹിസ്ബുള്ള പൂർണ്ണമായിട്ട് തീർന്നില്ല, അവർക്ക് ശക്തി ഇപ്പോഴും ബാക്കിയുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ അവിടെ കൂടെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഹിസ്ബുള്ളകൾ വീണ്ടും ശക്തി പ്രാപിക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള ഒരു ഐഡിയോളജിയാണ്. ഈ ഐഡിയോളജിയുടെ ബേസിലാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ പ്രഖ്യാപിത ശത്രുവാണ്. അവരുടെ ഐഡിയോളജി പ്രകാരം ആ ലക്ഷ്യം മുന്നിൽ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഉണ്ടായ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളായിട്ട് അവർ കണക്കൂട്ടുന്നില്ല. കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വരുന്ന നഷ്ടങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ്. ഇവിടെ അല്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തെ കുറിച്ചും എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള തീവ്രമായ ഐഡിയോളജി പേറി നടക്കുന്ന ഏത് തീവ്രവാദിയെ സംബന്ധിച്ചും, അത് ഹിസ്ബുള്ള ആയിക്കോട്ടെ, ഹമാസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരെ സംബന്ധിച്ച് അവരിൽ ഒരു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അപകടമാണ്. കാരണം ആ ഒരു ജീവൻ പോലും ഈ ഐഡിയോളജി അവരുടെ തലയിലുണ്ടെങ്കിൽ അത് ലോകത്തിന് അപകടകരമായിട്ട് മാറുന്ന കാഴ്ചകളാണ് ഈ കാലം വരെയും ലോകം കണ്ടിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഇനിയും സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ ഈ ഒരു 2 മാസത്തെ ട്രൂസ് പറയുന്നതിന്റെ കാരണം അത് ട്രംപിന് വരാനുള്ള ഒരു സമയമാണ്. ട്രംപ് വന്നു കഴിഞ്ഞാൽ കഥകൾ മാറും. ട്രംപ് വരുന്നത് വരേക്കും, ബൈഡന്റെ അഡ്മിനിസ്ട്രേഷനിൽ നിൽക്കുന്ന സമയം വരേക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല സ്റ്റെപ്പുകളും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ട്രംപ് വരുന്നതോടുകൂടി ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഇറാന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഹിസ്ബുള്ളകൾ ഒന്നും അല്ലാതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ 2 മാസം വളരെ പ്രധാനമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചും. അതുപോലെ തന്നെ ട്രംപ് വരുന്ന ആ നിമിഷം, ട്രംപ് വരുന്ന സമയത്തോടുകൂടി ഈ ചരിത്രങ്ങളെല്ലാം വീണ്ടും മാറി മറിയും. ഓക്കെ, അത് വളരെ കറക്റ്റാണ്. കാരണം നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഈ പറയുന്ന റീസൺസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്തിച്ചേരുന്നു. അതിലെ 3 റീസൺസിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വെപ്പൺ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒക്കെ സൈഡിൽ നിന്ന് ഈ വെപ്പൺ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ വളരെയധികം ഡിലേ അത് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് നെതന്യാഹു അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു സാഹചര്യം നാം കാണുകയുണ്ടായി. അപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ട്രംപിന്റെ ആ ഒരു വരവിൽ ഈ പറയുന്ന വെപ്പൺ എക്സ്പോർട്ടിലെ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ അത് നീക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നടക്കാൻ പോകുന്ന ഒരു സിനാരിയോ എനിക്ക് തോന്നുന്നു. അതായത് നമുക്കറിയാം, ഈ ഒക്ടോബർ 7 മുതൽ ഇസ്രായേലില് ഹമാസിനെതിരെ അതിഭീകരമായിട്ടുള്ള അതിശക്തമായിട്ടൊരു യുദ്ധം നടത്തുന്നു. ഹമാസിനെ ഏകദേശം ഒതുക്കിയതിനു ശേഷം ഈ പറയുന്നത് പോലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം വരുന്നു, ഹിസ്ബുള്ളകളെയും ഒതുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അരുൺ പറഞ്ഞതുപോലെ ഈ ട്രംപിന്റെ ഒരു വരവിന് ശേഷം നേരെ ഇറാനിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. അതായത് ഇസ്രായേലിന്റെ കൂടുതൽ ഒരു ശക്തി അല്ലെങ്കിൽ കൂടുതൽ ഒരു ഫോക്കസ് പറയുന്ന ഇറാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളകൾക്ക് നേരെ ഇസ്രായേൽ നേടിയ ഒരു വിജയം എന്ന് പറയുന്നത് ഇറാനെതിരെ ഇസ്രായേൽ നേടിയൊരു വിജയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ് ഈ ഹിസ്ബുള്ള. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹമാസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വളരെയധികം ഒരു പ്രഷറിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ നോർത്തേൺ സൈഡിലുള്ള ഈ ട്രൂപ്പുകളെയൊക്കെ ഈ സൈന്യ നിരയൊക്കെ അല്ലെങ്കിൽ ആയുധശേഷിയൊക്കെ കൂടുതൽ ഈ സദേൺ സൈഡിലേക്ക് ഇസ്രായേലിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഹമാസിനെ കൂടുതൽ തകർത്ത് തരിപ്പണമാക്കാൻ ഉള്ള ഒരു ആയുധശേഷി സദേൺ സൈഡിലേക്ക്, അതായത് ഇസ്രായേലിന്റെ സദേൺ ബോർഡറിലേക്ക് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിലൂടെ ഹമാസിനെ കൂടുതൽ ഒരു സമ്മർദ്ദത്തിലാഴ്ത്തി ഈ ഹോസ്റ്റേജ് ഡീല്, അതാണ് ഇനി ഏറ്റവും അടുത്തൊരു നിർണായകമായിട്ടൊരു ഘട്ടം. 101 ഹോസ്റ്റേജസ് ഇപ്പോഴും ഗാസ സ്ട്രിപ്പിൽ കഴിയുകയാണ്, ഇസ്രായേലിന്റെ ഹോസ്റ്റേജസ്. അപ്പോൾ ഒരു ബന്ദികളുടെ ഒരു വിമോചനത്തിലേക്ക്, ഹമാസിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നാശത്തിലേക്കൊക്കെ ആയിരിക്കാം ഇനി കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഈ 2 മാസം അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെയധികം നിർണായകമാണ്. ഈ 2 മാസത്തിനിടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ജോർജ്, ഇവിടെ ഈ യുദ്ധത്തോടു കൂടി സംഭവിച്ച ഒരു കാര്യം ഹിസ്ബുള്ളകളെ സംബന്ധിച്ചിടത്തോളം ചില തിരിച്ചറിവുകൾ അവർക്കുണ്ടായി എന്നുള്ളതാണ്. അതായത് ഹിസ്ബുള്ളകളെ ഏകദേശം 2006 അന്നത്തെ ഒരു യുദ്ധത്തോടു കൂടിയിട്ട് അവർക്ക് അവരുടെ ഷിയ സമൂഹത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ലെബനോന്റെ ഇടയിൽ ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ അവരൊരു ലെബനോന്റെ ഒരു രക്ഷകരായിട്ടാണ് അവരെ വാഴ്ത്തിപ്പാടിയത്. അപ്പൊ അങ്ങനെ ഒരു പോപ്പുലാരിറ്റി അവർക്കുണ്ടായിരുന്നു. ആ പോപ്പുലാരിറ്റി ഈ യുദ്ധത്തോടു കൂടിയിട്ട് ഇറാനും ഇസ്രായേലുമായിട്ടുള്ള ഈ യുദ്ധത്തോടു കൂടി, അത് അവർ തന്നെ തുടങ്ങി വെച്ച് അവർ തന്നെ ഏറ്റുവാങ്ങിയ ആ യുദ്ധത്തോടു കൂടി അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇപ്പോൾ ലെബനോനിലെ ജനങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ ലെബനോനെ മറ്റൊരു ഗാസയാക്കി മാറ്റി എന്ന് പറയുന്നത്. ഗാസയുമായിട്ടാണ് അവരിപ്പോൾ ലെബനോനെ കമ്പയർ ചെയ്യുന്നത്. ആ അവസ്ഥയായി അവരുടെ സമ്പദ് വ്യവസ്ഥ, എല്ലാ കാര്യങ്ങളും തകർന്ന തരിപ്പണമായി മാറി. ഹിസ്ബുള്ളകളുടെ തന്നെ ബെയ്റൂട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ ആസ്ഥാനങ്ങളും തകർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഹിസ്ബുള്ളകളുടെ ഒരു കോൺഫിഡൻസ്, അത് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അവർ ആ സെപ്റ്റംബറിലുണ്ടായ പേജർ വാക്കി ടോക്കി ആക്രമണങ്ങൾ, ഈ ആക്രമണത്തോടുകൂടി അവർക്ക് അവരുടെ നിയന്ത്രണം തന്നെ ഇസ്രായേലിന്റെ കയ്യിലാണെന്ന് അവർക്ക് മനസ്സിലായി. അതോടൊപ്പം അതിന് പിന്നാലെ നടന്ന നസ്രുള്ളയുടെയും അവരുടെ മുതിർന്ന കമാൻഡർമാരുടെയും എല്ലാം കൊലപാതകങ്ങൾ ഇസ്രായേൽ നടത്തിയപ്പോൾ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാണ് അവരുടെ ഹിസ്ബുള്ള നേതാക്കന്മാർ തന്നെയാണ് അവരുടെ ചാരന്മാർ എന്നുള്ളത്. ഈ അവരുടെ കൂടെ ഇരിക്കുന്നവർ തന്നെയാണ് ഇസ്രായേലിന് ഈ കാര്യങ്ങളെല്ലാം ഒറ്റുകൊടുക്കുന്നത് എന്നുള്ളത്. ഹിസ്ബുള്ളകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഓക്കെ, അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചു, ഈ പറയുന്ന ലെബനോനിൽ വലിയൊരു വിഭാഗം ജനത്തിലെ ഒരു ചെറിയൊരു വിഭാഗമെങ്കിലും ഹിസ്ബുള്ളകൾക്കെതിരെ തിരിഞ്ഞു. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കുറെ പേരുടെ സപ്പോർട്ട് ഇപ്പോൾ അവർക്കുണ്ടെങ്കിൽ പോലും അരുൺ പറഞ്ഞതുപോലെ മറ്റൊരു ഗാസയാക്കി ഈ ലെബനോനെ ഈ പറയുന്ന ഹിസ്ബുള്ള മാറ്റുന്നു. അതിലൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതുമൂലം ഹിസ്ബുള്ളകൾക്കെതിരെ ഈ സാധാരണ ജനങ്ങൾ തിരിയുന്നു. നമുക്കറിയാം, ഗാസയിലും ഈ പറയുന്ന സാധാരണ ജനങ്ങൾ എന്ന് ഹമാസിനെ തള്ളി പറയാൻ തയ്യാറാകുന്നുവോ അന്ന് ഗാസ രക്ഷപ്പെടുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അവർ പലപ്പോഴും അവരിലെ ഭൂരിഭാഗം ജനങ്ങളും ഈ ഹമാസിനെ വലിയ പോരാളികളായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ രക്ഷകരായിട്ട് ഇപ്പോഴും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്ന് അവർ തിരുത്തി പറയാൻ തയ്യാറാകുന്നു, എന്ന് ഹമാസിനെ ഇവർ ഒറ്റപ്പെടുത്താൻ തയ്യാറാകുന്നു, അന്ന് ഗാസ രക്ഷപ്പെടും. അത് ഗാസയിലും ലെബനോനിലും മാത്രമല്ല, ലോകത്ത് ഏതൊക്കെ മേഖലകളിൽ തീവ്രവാദ ശക്തികൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അത് ഈ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അല്ലെങ്കിൽ അവരെ കയ്യിലെടുത്തിട്ടാണ് പല തീവ്രവാദ ശക്തികൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ ജനങ്ങൾ എന്ന് ഈ തീവ്രവാദികളെ തള്ളി പറയാൻ തയ്യാറാകുന്നു അന്ന് ആ ദേശം രക്ഷപ്പെടും. അത് ലെബനോനിൽ മാത്രമല്ല, ഗാസയിൽ മാത്രമല്ല, നമ്മൾ ഇരിക്കുന്ന കേരളത്തിൽ പോലും ഈ പറയുന്ന ആ ഒരു ഫാക്ട് വളരെയധികം ആപ്ലിക്കബിൾ ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പോൾ തന്നെ പലസ്തീൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രി മഹ്മൂദ് അബ്ബാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഹമാസാണല്ലോ അദ്ദേഹത്തെ അവിടുന്ന് ഗാസ മുൻപിൽ നിന്ന് ഓടിച്ചുവിട്ടത്, അല്ലെങ്കിൽ അവര് കൈയടക്കിയോടുകൂടിയാണ് പലസ്തീൻ അതോറിറ്റിക്ക് ഗാസയിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്, തനിക്ക് ഗാസയും കൂടി ഭരിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ ഗാസയും കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ഓക്കെ, അത് ഈ വെസ്റ്റ് ബാങ്കിലെ സ്ഥിതിയും ഗാസയിലെ സ്ഥിതിയും തന്നെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്താൽ മതി. ഏത് ദേശത്താണ് കൂടുതൽ ഒരു വികസനം നടക്കുന്നത് അല്ലെങ്കിൽ ഒരു സമാധാനം ഉള്ളതെന്ന് നമുക്ക് കമ്പയർ ചെയ്താൽ മതി. തീവ്രവാദികൾ ഭരിക്കുന്ന ഗാസയിൽ വളരെയധികം അരക്ഷിതാവസ്ഥ, വെസ്റ്റ് ബാങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ മെച്ചമാണ്. ഈ ഇസ്രായേൽ അധിനിവേശം നടത്തുകയാണെന്നൊക്കെയുള്ള ഒരു പ്രചരണങ്ങൾ നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിലും കുറെ പേര് പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേലിന്റെ അധിനിവേശത്തിന്റെ വാർത്തകൾ. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഒന്ന് ചിന്തിച്ചാല്, ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണങ്ങൾ, അവരുടെ ഒരു ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചിട്ടുള്ള വെപ്പൺസിന്റെ ഒരു ആ പ്രഹരശേഷിയും അതുപോലെ അതിന്റെ എമൗണ്ട്, ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് വിലയിരുത്തിയാൽ ഇസ്രായേലിന് ഈ അയൺ ഡോമും ആരോ ഡിഫൻസ് സിസ്റ്റം ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ പണ്ടേ
ഇല്ലാതെ നാമാവശേഷമായി പോകാവുന്ന ഒരു തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിനെതിരെ ഇവരെല്ലാം കൂടിയും തുറന്നു വിട്ടത്. ഈ ഒരു രീതിയിൽ തന്നെ ഇസ്രായേലിന് അതിന് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു രീതിയിൽ തന്നെ ഇവർക്ക് തിരിച്ചടി നൽകിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ചുറ്റുമുള്ള രാജ്യങ്ങളിലെ പൗരന്മാരുടെ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ സുരക്ഷ നോക്കാത്ത തരത്തിൽ ഇസ്രായേൽ ഇവരെ ഒന്ന് തിരിച്ചടിച്ചായിരുന്നെങ്കിൽ ഗാസയൊക്കെ പണ്ടേ ജീവനില്ലാത്ത ഒരു സ്ഥലം, ഒരു മരുപ്പറമ്പായി പോയേനെ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത് സാധാരണ സിമ്പിൾ ലോജിക്ക് ചിന്തിച്ചാല് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആരാണ് ഇവിടെ അധിനിവേശം നടത്തുന്നത് എന്നുള്ളത്, ആരാണ് ഭീകരത കാണിക്കുന്നത് അല്ലെ. ജോർജ് ഇവിടെ കേരളത്തിലെ കാര്യം സൂചിപ്പിച്ചു. ഇപ്പൊ ഈ കേരളത്തിലെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന ഹിസ്ബുള്ളകളുടെ വിഷയം പോലും കേരളത്തിലെ പ്രത്യേകിച്ച് ആരെയും എഫക്ട് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഹിസ്ബുള്ളകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഒന്നുമല്ല. പക്ഷെ ഇവര് രണ്ടുപേരും ഒരു പൊതുശത്രുവിനെതിരെയാണ്. അതായത് ഹിസ്ബുള്ളകളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഒരു പൊതുശത്രുവിനെതിരെയാണ് അവർ പോരാടുന്നത്. അവരുടെ ശത്രു ഇസ്രായേലാണ്. ഇവിടെയുള്ള ചിലരെ സംബന്ധിച്ചും അവരുടെ ഒരു പൊതുശത്രു ഇസ്രായേലാണ്. പക്ഷെ ഹിസ്ബുള്ളയ്ക്ക് എന്ത് നഷ്ടം വന്നാലും ഇവിടെ കേരളത്തിൽ നമ്മൾ ഒരു പ്രകടനവും ഒന്നും കാണുന്നില്ല. ഹിസ്ബുള്ളയ്ക്ക് എത്രയോ നഷ്ടങ്ങളുണ്ടായി. അവരുടെ നസ്രുള്ള മുതൽ അവർക്ക് എണ്ണിയാൽ തീരാത്ത നഷ്ടങ്ങളുണ്ടായി. പക്ഷെ ഇവിടെ ഒരു പ്രകടനവും നമ്മൾ ആരും കണ്ടില്ല. പക്ഷെ ഹമാസിനുണ്ടാകുന്ന ഓരോ നഷ്ടങ്ങളും അത് ഇവിടെ വൻ പ്രകടനങ്ങളും വികാര പ്രകടനങ്ങളുമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊരു പ്രശ്നം കൂടിയുണ്ട്. കേരളത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നതിൽ ഇതിലൊരു പ്രത്യേകമായ ഒരു ഐഡിയോളജിയും പ്രത്യേകമായ താല്പര്യങ്ങളും കളിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടും. ജനങ്ങളല്ല പ്രശ്നം, ഇവിടെ ഒരു ഐഡിയോളജിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ ഇസ്രായേലിന്റെ മണ്ണില് യഹൂദര് അധിനിവേശം നടത്തി വന്നവരാണ്, അത് യഹൂദർക്ക് അവകാശപ്പെട്ടതല്ല ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന വാദങ്ങളുണ്ട്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, 3000 വർഷങ്ങൾക്ക് അപ്പുറം തങ്ങളുടെ പൂർവികർ പാർത്തിരുന്ന ഒരു ദേശത്ത് അതേ ഭാഷ സംസാരിച്ച് അതേ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്തിലെ ഒരേ ഒരു ജനതയാണ് യഹൂദര്. അങ്ങനെയുള്ളപ്പോ യഹൂദർക്ക് അവകാശപ്പെട്ടതല്ല ഇസ്രായേൽ എന്ന് പറയുന്ന വാദഗതി തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇസ്രായേലും ഹിസ്ബുള്ളകളും തമ്മിൽ നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു കരാർ അത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പല കുപ്രചരണങ്ങൾക്കും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ചില മറുപടികൾ നൽകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥകൾക്ക് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ഇസ്രായേൽ അല്ല, മറിച്ച് ഇറാന്റെ പിന്തുണയോടെ അവിടെ പ്രവർത്തിക്കുന്ന, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹമാസ്, ഹിസ്ബുള്ള പോലുള്ള ഭീകര സംഘടനകളാണ് എന്നൊരു യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ആരാണ് അവിടെ യഥാർത്ഥത്തിലുള്ള ഒരു അധിനിവേശ ശക്തികൾ? ഈ കരാറിനെ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ നടത്തുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ നടത്തുന്ന ഒരു പോരാട്ടം. ഒപ്പം ഈ വെടിനിർത്തൽ കരാർ അതിന്റെ ഒരു പന്ത് ഇപ്പോൾ കിടക്കുന്നത് ഹിസ്ബുള്ളകളുടെ ഒരു കോർട്ടിൽ തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. എപ്പോൾ ഈ ഹിസ്ബുള്ളകൾ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നുവോ അല്ലെങ്കിൽ ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നുവോ അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇസ്രായേൽ കൊടുക്കും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ ഭരണ നേതൃത്വവും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ആ ഒരു മേഖല സംഘർഷാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഹിസ്ബുള്ളകളാണ്. ഒപ്പം സാധാരണ ജനങ്ങൾ ഹിസ്ബുള്ളകളെ തള്ളിപ്പറയാൻ തുടങ്ങിയ ആ ഒരു സമയം മുതൽ ഹിസ്ബുള്ളകളുടെ നാശം ആരംഭിച്ചു. ഒപ്പം തന്നെ ലെബനോന്റെ ഒരു പുരോഗതി ആരംഭിച്ചു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്: മിഡിൽ ഈസ്റ്റിൽ തീർച്ചയായിട്ടും സമാധാനം പുലരട്ടെ. അത് ഇസ്രായേലിന്റെ ഒരു നിലനിൽപ്പിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത്. മിഡിൽ ഈസ്റ്റിൽ തീർച്ചയായിട്ടും സമാധാനം പുലരണം. അത് ഹമാസിനെ നാമാവിശേഷമാക്കിക്കൊണ്ടാകണം, ഹിസ്ബുള്ളകളെ നാമാവിശേഷമാക്കിക്കൊണ്ടാകണം, ഇറാനെ നിലയ്ക്ക് നിർത്തിക്കൊണ്ടാകണം. ഒപ്പം ഗാസ സ്ട്രിപ്പിൽ ഇപ്പോഴും നരകയാതന അനുഭവിക്കുന്ന ഇസ്രായേൽ ബന്ദികളുടെ മോചനം സാധ്യമാക്കിയിട്ട് വേണം മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരാൻ. ഈ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.